ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാരിൻ്റെ ഡയറക്റ്റ് നിയന്ത്രണത്തിലുള്ള SFI എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കൊണ്ട് പരാതി കൊടുത്തു. ഈ SFI കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് മാസം എത്രയെന്നറിയാമോ? 6 മാസത്തിനുള്ളിൽ കേസിന്റെ തീർപ്പ് കൽപ്പിക്കണം എന്നുള്ളതാണ് അതിന്റെ ചട്ടത്തിൽ വെച്ചിരിക്കുന്നത്. അവർക്കത് കൽപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ കോടതി പറഞ്ഞത്, കോടതി ഈ പരാതിക്കാരനെ ക്ഷമിക്കണം, കോടതിയെ വിടൂ. ഇപ്പൊ ഈ കോടതി ഇ ഡി കൊടുത്തുള്ള കുറ്റപത്രത്തിൽ കോടതി നാളെ 3 CPM നേതാക്കളെ ശിക്ഷിച്ചാൽ CPM പറയോ അവരെ കഴിമതിക്കാരാണ്? നല്ലല്ലോ. കോടതിയും അന്വേഷണ ഏജൻസിയുള്ള പാർട്ടിക്ക് ഒരു ധാർമ്മികതയുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMRL കർത്ത എന്തിനാണ് പണം കൊടുത്തത്, എന്ത് സേവനമാണ് മുഖ്യമന്ത്രിയുടെ മകൾ നൽകിയതെന്ന് പാർട്ടിക്ക് വിശദീകരിച്ചുകൂടെ? പാർട്ടി ഇങ്ങനെ പ്രതികൂട്ടിൽ നിൽക്കണോ? അല്ല, അത് പാർട്ടിയായിട്ടല്ല. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബന്ധം, അവരൊരു സ്വതന്ത്രമായ ഒരു സ്ത്രീയല്ലേ. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ മകളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പ്രസ്താവന ഇറക്കിയിരുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകളെ ഡിഫെൻഡ് ചെയ്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അതിനുള്ള അല്ല, അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഏതെങ്കിലും 1 രൂപ ബ്ലാക്ക് ഡോറിലൂടെ വീണ വിജയൻ എന്ന് പറയുന്നത്, വീണ തൈക്കണ്ട് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകള് വാങ്ങിയതായിട്ട് കണ്ടെത്താൻ പറ്റുമോ? ആ വാങ്ങിയ മുൻവശത്തോടെ വാങ്ങി, ബാക്ക് ഡോറിലൂടെ അല്ല, മുൻവശത്തോടെ വാങ്ങി. അത് എന്തിനു വാങ്ങി എന്ന ചോദ്യമാണ്. എന്ത് സേവനം കൊടുത്തിട്ടാണ്? അതെ, ആ ചോദ്യത്തിന്റെ മറുപടി ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകള് കൊടുക്കേണ്ട കോടതിയിൽ കൊടുത്തു കഴിഞ്ഞു. അത് ബോധ്യമായിട്ടില്ലേ കോടതി പറഞ്ഞു ഇനി ആരോപണമായിട്ട് പഠിക്കാൻ വന്നേക്കരുത് പറഞ്ഞു. അപ്പോ കോടതി വീണ വിജയനെ വെറുതെ വിട്ടാൽ ആ കോടതി വിധി പാർട്ടി അംഗീകരിക്കും. ഈ കേസിൽ, കരുവന്നൂർ കേസിൽ ഇവരെ എങ്ങനെ ശിക്ഷിച്ചാൽ പാർട്ടി ഇവരെ തള്ളിപ്പറയോ? അതൊക്കെ ഹൈപ്പോത്തിക്കലായിട്ടുള്ള ചോദ്യമല്ലേ. ശിക്ഷിക്കട്ടെ, അപ്പൊ പറയും കാര്യങ്ങള്. അതല്ല, പാർട്ടി സ്വീകരിക്കേണ്ട എത്തിക്കലായിട്ടുള്ള ഒരു നിലപാടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് കോടതിയിലേക്ക് ചാരുകയാണ്. റെജി ലൂക്കോസ്, പാർട്ടി സ്വീകരിക്കേണ്ട എത്തിക്കലായിട്ടുള്ള നിലപാടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് കോടതിയിലേക്ക് ചാരുകയാണ്. അതേ ക്വസ്റ്റ്യൻ കരുവന്നൂരിന്റെ കാര്യത്തിലാണ് നിങ്ങൾ സമ്മതിക്കുന്ന ചോദ്യം. അല്ല, സംശയം എന്നാ കാര്യത്തിന്? ആ കാര്യത്തിൽ ആർജവത്തോടുള്ള നിലപാടെടുക്കാനുള്ള ചങ്കൂറ്റുള്ള പാർട്ടിയാണ് ഈ CPM എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ തെളിയിച്ചിട്ട് ആ കുറ്റവാളിയാക്കി ചിത്രീകരിക്കൂ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പോലും കോടതി ശിക്ഷിച്ചിട്ട് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ കോടതി ശിക്ഷിച്ചിട്ട് അത് അംഗീകരിക്കാത്ത പാർട്ടിയാണ്. ആര് പറഞ്ഞ് അംഗീകരിച്ചിട്ടുള്ളത്? ആരാ പറഞ്ഞ് അംഗീകരിച്ചിട്ടില്ലെന്നുള്ളവരും? അങ്ങനെയാണെങ്കിൽ കുഞ്ഞനന്തൻ സഖാവ് എങ്ങനെയാണ് അകാലത്തിൽ മരണമടഞ്ഞത്? പിന്നെ CPM-ആയിട്ട് ബന്ധമില്ലാത്തവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അവരുടെ ഇത് ഏറ്റെടുക്കണോ? അവരുടെ കുറ്റകൃത്യം CPM കുഞ്ഞനന്തൻ തെറ്റുകാരനല്ല എന്നായിരുന്നു പാർട്ടിയുടെ മരിക്കുന്നവരെ. തീർച്ചയായിട്ടും. അപ്പൊ പരസ്പരം വൈരുദ്ധ്യം ഉണ്ടാകും.